ധനുമാസത്തിൽ തിരുവാതിര ഭഗവാനുടെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോൽമ്പാണ്. ഉണ്ണരുത് ഉറങ്ങരുത്. പാടേണം പോൽ പാടേണം പോൽ കുളിക്കണം പോൽ തുടിക്കണം പോൽ പരിക്കച്ചക്ക ചുളതരുവാം വരിക ഉണ്ണി ഗണപതിയേ. ധനുമാസത്തിൽ തിരുവാതിര. അപ്പം നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ജയശ്രീയ ഹാപ്പി തിരുവാതിര. കഴിക്കല്ലേ നമുക്ക്. അപ്പം ഞങ്ങളിപ്പോഴേ തിരുവാതിരയായിട്ട് കുറേ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കണം തന്നെയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കണം. എന്തൊക്കെയാ മെയിനായിട്ട് നമ്മൾ രാവിലെ കഴിക്കണ കൂവപ്പായസം. അപ്പം അത് കഴിക്കാം അല്ലേ. ആദ്യം തന്നെ ഇത് ഇങ്ങനത്തെ പ്ലേറ്റ് വേണോ അതോ ചെറുതെടുത്താൽ മതി. അപ്പോൾ കഴിക്കാൻ സുഖമാണ് നമുക്ക്. പിന്നെ പഴമുണ്ട്, പിന്നെ ഇളനീരിൻ്റെ കഷ്ണം വച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വയറിനൊക്കെ സുഖം കിട്ടാനായിട്ട് കൂവപ്പായസം കഴിക്കാം കേട്ടോ. അത് വിളമ്പിക്കോ. അത് കേട്ടോ സ്പൂൺ ഇട്ടേ അല്ലേ. മതി. ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയേ? ഞാൻ വെറുതെ നമ്മൾ സാധാരണ കുറുക്കണ പോലെ അല്ലേ. അതെ വീട്ടിലുണ്ടാക്കിയപ്പോൾ നല്ല ചെറിയില്ല അല്ലേ. അപ്പം ഇതിലിപ്പോൾ 100 ഏലക്കായ പൊടിച്ചിട്ടുണ്ട്, നാളികേരം ചെറിയിട്ടുണ്ട്, ശർക്കര. അപ്പോൾ നമ്മുടെ കൂവപ്പായസം കേട്ടോ നിങ്ങൾക്ക് തരാം. എന്താ ഇത്തിരി കട്ടിയായിക്കണു അല്ലേ. ഇത് ഉച്ചയാകുമ്പോഴേക്കും ഇത് അലുവ പോലെയോ മുറിച്ച് കഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും വന്നോളൂ തരാം. തിരുവാതിര നോൽമ്പിൻ്റെ ഒന്നാമത്തെ സാധനമാണ് കൂവപ്പായസം. ഇത് കഴിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ എണീറ്റ് നമ്മൾ വെറും വയറ്റിൽ ഇത് കഴിക്കണം. നല്ലതാണ്, തണുപ്പല്ലേ. അപ്പോൾ വയറിന് അസുഖം വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കൂവനൂറ് കുറുക്കണത്. കൂവപ്പായസം എന്നൊക്കെ പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ പായസം കൊണ്ടുവന്നുണ്ട്. അമ്പലത്തിലേ കണ്ടേശ്വരത്തെ ഗോതമ്പ് പായസം. ഇതേ കണ്ടേശ്വരം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും ഗോതമ്പ് പായസം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടോ നല്ല സൂപ്പർ പായസമാണ്. വന്നാൽ തരാട്ടോ എല്ലാവർക്കും. ഒരു ഇളനീരെടുത്തോളാം. നല്ലതാ, സൂപ്പറാട്ടോ. അതായത് തിരുവാതിരയ്ക്ക് നമ്മൾ ഇളനീര് കുടിക്കുമല്ലോ. രാവിലെ കുളിച്ച വശം തന്നെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇളനീരൊക്കെ കുടിക്കും. ആ ഇളനീരിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇത്. പുളി വെച്ചേക്കണതാ. ഇതൊക്കെ കഴിക്കുമ്പോൾ ഫുള്ളാവും. പഴമുണ്ട്, എടുത്തോളൂട്ടോ. സാധാരണ നമ്മൾ ചെറുപഴം എടുക്കുക. ഇന്നിപ്പോൾ നേന്ത്രപ്പഴം എടുത്തേക്കണം കേട്ടോ ഞങ്ങൾ. കുളിക്കാൻ പോകുമ്പോഴേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. അത് ഷെയറിങ്ങിൻ്റെ സന്തോഷം. ഇന്നലെ ഗംഭീര ഉറക്കൊഴിക്കലായിരുന്നു. അവിടെ പൂവെടുക്കാൻ പോയി. പിന്നെ പൂവെടുക്കാൻ പോണേക്കാൾ മുമ്പ് എല്ലാവർക്കും ചായയും പലഹാരമൊക്കെ കൊടുക്കും. അപ്പോൾ ഉഴുന്നുവട, പരിപ്പ് വട, ഉണ്ണിയപ്പൊക്കെ ആയിരുന്നു. അതും
കുറച്ചിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഉഴുന്നുവട. ഇത് രാത്രി ഞങ്ങൾ കഴിച്ചതാട്ടോ, സൂക്ഷിച്ച് വെച്ചതാണ്. ബാക്കി കുറച്ചുണ്ടായിരുന്നു, അപ്പം ഞങ്ങളിത് ഇവിടെ വെച്ചു. തിരുവാതിരയ്ക്ക് നമുക്കിത് കഴിക്കാം. നൊയമ്പിന് പരിപ്പും ഉഴുന്നും ഒന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഗോതമ്പ് ഉണ്ടാക്കി തന്നെ അതിനും കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് രാത്രി ഉറക്കമൊഴിച്ചിരിക്കുമ്പോൾ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഈ വടയ്ക്ക് കൊടുക്കും. ഒരു 2 എണ്ണക്കണ്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല പഴം ഉണ്ടാവും. അതൊക്കെ കടിച്ച് രണ്ട് ഉഴുന്നുവടയും പരിപ്പ് വടയോ ഉഴുന്നുവടയോ ഉണ്ണിയപ്പോ പഴമൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ട് ഉറക്കമൊക്കെ അല്ലെങ്കിൽ പോവും. കളിക്കുമ്പോൾ തന്നെ ഉറക്കം പോവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളത്തിൽ ഇതൊക്കെ റെഡിയാക്കുക. ഏത് അണിഞ്ഞ് മുറ്റത്ത് ഇങ്ങനെ അണിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. അണിഞ്ഞതൊക്കെ ഞാൻ കണ്ടതിലുണ്ട്, പടർത്തുന്നുണ്ട്. അണിഞ്ഞ് ഭഗവാനെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ച് നമ്മൾ അഷ്ടമംഗല്യവും കിണ്ടിയും വിളക്കും നിറയും ഒക്കെ എടുത്ത് എല്ലാവരും കൂടി അവിടെ പോയി പൂവെടുക്കാൻ പോകും, പാട്ടൊക്കെ പാടിയിട്ട്. എന്നിട്ട് പൂവെടുത്ത് തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് ഇവിടെ കൊണ്ടുവച്ച് ഭഗവാന് മുന്നിൽ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ വയ്ക്കും. എന്നിട്ട് നമ്മളതിനെ പൂജിക്കും. ആദ്യം പൂജിക്കുക ആ ഇതെടുത്തു കൊണ്ടുവന്നില്ലേ, പൂവ് എടുത്തു കൊണ്ടുവന്ന ആളാണ്, കിണ്ടി കൊണ്ടുവന്ന ആളാണ് പൂജിക്കുക. അതായത് മിക്കവാറും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയാരാണോ അവർ പൂത്തിരുവാതിരക്കാർ അത് പൂജിച്ച്. ഇതൊക്കെയാണ് എരിക്കിൻ്റെ ഇല, കുന്നയുടെ ഇല, പിന്നെ ദശപുഷ്പം, പതിരപ്പൂവ്, പിന്നെ അടയ്ക്കാമണി, എരിക്കുമ്പൂവ് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് എരിക്കിൻ്റെ എല്ലാം ഇതൊക്കെ വെച്ച് കൊന്നുകൊണ്ട് അടച്ചിട്ട് ഭഗവാന് പൂജിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചെടുത്ത് നമ്മുടെ തലയിലും വെച്ച് നമസ്കരിച്ച് പോരും. എല്ലാവരും ചെയ്യും അങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കളി. അത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടുണ്ട് കേട്ടാ. മംഗളാതിര പുരാണെന്ന് പറഞ്ഞിട്ട് കണ്ടോ അത്? അപ്പം കഴിക്കാൻ മേടിച്ച പലഹാരമാണ് ഇത് കേട്ടോടാ. കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും കൊടുക്കാനായിട്ട്. എനിക്കിപ്പോൾ കാണേണ്ട ആവശ്യമില്ല. അനി എന്നെ അപ്പാപ്പ കാണത്ത് വിളിച്ച് പറയണ്ട, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു എന്നല്ലേ. പെട്ടങ്ങാടി ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്നു സന്ധ്യയിപ്പോൾ. ടീച്ചർ എട്ടങ്ങാടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതാരെ വീടുണ്ടായത് അങ്ങനെ അനിയത്തിയ ടീച്ചറാ. ഇപ്പം അത് തിരുവാതിരക്കുള്ള വേണമെന്ന് ചോദിച്ചേ. ഇതിൽ യൂട്യൂബിലിടാൻ വേണ്ടി മകരത്തിനാണ് ഇരിക്കാതെ. ഇപ്പം എല്ലാ വീഡിയോ കണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കൽക്കത് തയ്യാറാക്കാനായിട്ട്. എന്തൊക്കെ ഉണ്ടാക്കാം നമ്മൾ? കാളൻ, ഇത് പിറന്നാളല്ലേ, ഭഗവാന്റെ പിറന്നാളാണേ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ്. അതായത് ഇന്നലെയാണ് തിരുവാതിര നൊയമ്പ്, ഇന്നാണ് തിരുവാതിര നൊയമ്പെന്ന് ഭയങ്കര സംശയം. കുറേ ഈ ദേശരിക്കും ഭയങ്കര സംശയമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പിറന്നാളിന് എടുക്കണത് 6:15 നാഴികയ്ക്ക് നക്ഷത്രം വരികയാണെങ്കിൽ ഇന്ന് തിരുവാതിര നാള് 6:15 നാഴികയാണെങ്കിൽ പിറന്നാളിന് എടുക്കാം. ഇന്ന് 9 നാഴികയുണ്ട്, അപ്പോൾ ഷുവറായിട്ട് എടുക്കാം. ശിവന്റെ പിറന്നാളല്ലേ, അപ്പം ഇന്നാണ് പിറന്നാൾ ആഘോഷം. നമ്മൾ വീട്ടിലെ കുട്ടികളുടെ പിറന്നാളൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാ? 6:15 നാഴികയുണ്ടെങ്കിൽ നമ്മൾ ഇന്നാ പിറന്നാൾ എടുക്കുക. 6:15 മതി. അപ്പം ഇന്നത്തെ അപ്പം നമ്മൾ അമ്പലത്തിൽ പോവും, വഴിപാട് ചെയ്യും, പിന്നെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും. സദ്യ 6:15 നാഴികയ്ക്കുള്ളിൽ സദ്യ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കി കഴിച്ചാലും മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുക. അതാണ് അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. അപ്പം ഇന്നലെ എല്ലാം എടുക്കണത്. ഇന്നലെ ഉറക്കമൊഴിക്കാൻ ഇന്ന് രാത്രി പറ്റില്ല കേട്ടോ. ഇന്ന് രാത്രിയിലേക്ക് തിരുവാതിര ഇല്ല. ഇന്നലെ രാത്രിയാണ് ഫുള്ളും തിരുവാതിര ഉള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ ഉറക്കമൊഴിച്ചതും തിരുവാതിരപ്പൂ ചൂടിയതൊക്കെ അത് കാരണം. അപ്പോൾ സംശയമാണ്. കലണ്ടറിൽ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് 13-ാം തീയതി ആർദ്രാവ്രതം എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് സംശയം. തിരുവാതിര ഇന്ന് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, അപ്പം ഇന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നും നമ്മൾ കളിക്കും. കാരണം ഇന്ന് പൂർണ്ണാർദ്ദമാണ്. ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആംഗ്ലമാർക്ക് നന്നാവാനാണ്.
പുണർന്ന് എന്ന് വെച്ചാൽ 9 നാഴിക കഴിഞ്ഞാൽ പുണർന്ന് തുടങ്ങും. അടിപൊളി, സൂപ്പർ. എനിക്ക് ഇനിയും കഴിക്കാൻ തോന്നുക. പക്ഷെ പായസം കുടിക്കണ്ടേ? പായസം ഉച്ചയ്ക്ക് എടുത്താലോ? ജേസിക്ക് പായസം തരട്ടെ? ജേസിക്ക് ഇത് വേണം, വേണമെന്നുണ്ട്, ഇത് വേണമെന്നുണ്ട്, അത് വേണമെന്നുണ്ട്. കേട്ടോ, പായസം കുറച്ച് വയ്ക്കാം. ഇത് ഭഗവാന്റെ നിവേദ്യമാണ്. എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് വെച്ചിട്ട് നിവേദിച്ച് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് ഗോതമ്പ് പായസം. പഞ്ചസാര ഇട്ടണോണ്ടല്ലേ? പാലൊഴിച്ചുണ്ടാവുക. പാലാണ്, തേങ്ങാപ്പാലല്ല, പാല്. ഗോതമ്പിൽ പാലൊഴിച്ചിട്ടാണ്, പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കിയ പായസമാണത്. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ട്. വയറ് നിറഞ്ഞു കേട്ടോ. ഗോതമ്പ് അല്ല, ആദ്യം കൂവ കുറുക്കിയിട്ട് കൂവ പായസം, പിന്നെ നാളികേരക്കൊത്ത്, പഴം, ഇതൊക്കെ കഴിച്ചു. പിന്നെ ഗോതമ്പ് പായസം, അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പ് പായസം കഴിച്ചു. വയറ് നിറഞ്ഞു, ഫുള്ളായി. അപ്പോൾ ഇനി ഉച്ചയാകുമ്പോൾ ആണ് അടുത്ത പരിപാടി. ചാമക്കഞ്ഞിയും പിന്നെ എന്നിട്ടാ ചാമക്കഞ്ഞി, ചാമ ചോറാക്കാം. പിന്നെ പുഴുക്ക്, മുതിരപ്പുഴുക്ക്, പിന്നെ പപ്പടം കാച്ചിയത്, കാളൻ, ഇഞ്ചിത്തൈര് ഒക്കെ ഉണ്ട്. പായസം ഇനിയും ബാക്കിയുണ്ട് ഉച്ചയ്ക്ക്, അപ്പോഴും എടുക്കാം നമുക്ക്. ഇടയ്ക്ക് വെച്ച് നമുക്ക് തിന്നാനായിട്ട് ഉണ്ണിയപ്പവും ഉഴുന്നുവടയും പിന്നെ പരിപ്പ് വടയും. നിങ്ങൾക്കിത് ഓരോന്ന് എടുക്കാം കേട്ടോ. ഇന്ന് കഴിക്കാം, തിരുവാതിരയിലും ഇതൊക്കെ കഴിക്കാം. കഴിച്ചോളൂ. ശ്രീ എത്തോളം പറഞ്ഞോ? ഇതാ കഴിക്കല്ലേ? ഉച്ചക്കറിക്കുള്ള ചാമക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, 1 ഗ്ലാസ് ചാമരിയിട്ട് കഞ്ഞി വെച്ചതാട്ടോ. കുക്കറിൽ വെച്ചു. എനിക്ക് ജയശ്രീക്ക് ഇത് മതി, ഞാൻ പകർത്താണ്. വിശക്കുണ്ട് നന്നായിട്ട്, 1 മണിയായിട്ടോ, നല്ല വിശപ്പുണ്ട്. അപ്പം ചാമക്കഞ്ഞി വിളമ്പി. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. ചാമ സൂപ്പറാ, മില്ലറ്റല്ലേ, നല്ലതാ. പിന്നെതാ പുഴുക്കാണ്, നല്ല മുതിരപ്പുഴുക്ക്. എല്ലാ 8 കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ രാജേട്ടൻ ഇരുന്നു കേട്ടോ. രാജേട്ടന് എന്താ മുതിരപ്പുഴുക്കുണ്ട്, അവിയലുണ്ട്, പിന്നെന്താണ് നെല്ലിക്കക്കറിയുണ്ട്, കാളനുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കാട്ടോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന തന്നെയാണ്. കഞ്ഞി മാത്രം ചാമക്കഞ്ഞി, അത്രേ ഉള്ളൂ. പുഴുക്ക് വിളമ്പി, നല്ല ടേസ്റ്റ് കേട്ടോ അത്. പിന്നെ കാളനെതിരെ വിളമ്പാം. കാളനും പുഴുക്ക് മാത്രം മതിയിട്ട് കഞ്ഞി കുടിക്കാൻ, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇഞ്ചിത്തൈര് ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, ഒക്കെ ഉണ്ട്. ഒന്ന് കണ്ടോ, കാളൻ, നെല്ലിക്ക കറി, പുഴുക്ക്. എന്താണ് കാളൻ, അവിയൽ, പുഴുക്ക്, നെല്ലിക്കക്കറി, പപ്പടം പറഞ്ഞാണ്ടെടുക്കാം. കഞ്ഞിൽ ഉപ്പുണ്ട്. ഞാൻ ഇപ്പം ഒന്നും കൂടി ഉപ്പില്ലാണ്ട് കഴിക്കണം. അത് കാരണം കൊണ്ട് എനിക്ക് ഉപ്പ് ഉണ്ട് തോന്നാം. അമ്മോ ഒക്കെ കൂടി വെച്ചു. കഞ്ഞിയും ചാമക്കഞ്ഞിയും പുഴുക്കും കാളിനും ഒക്കെ കൂടി വെച്ചു ഒരാൾ. പപ്പടം കഴിക്കാം. ഇല്ല മറ്റേതുണ്ട് കേട്ടോ, പപ്പടം കൂട്ടി കഴിക്കാൻ വേണമെങ്കിൽ. മറ്റേ നല്ല ഇതുപോലെ ഉണ്ട്, ഇതുപോലെ
അലുവ പോലെ ഇട്ടത്തിരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ.